ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള ശാന്ത എന്ന് പറയുന്നൊരു പോയമാണ്. ഈ ഓഥറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഥർ ഒരു പോയറ്റാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയം പറയുമ്പോൾ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ വൈഫാണ് ശാന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പീക്കർ ഇവിടെ കടമ്മനിട്ട രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് ഇവിടെ ശാന്ത എന്ന് മെൻഷൻ ചെയ്യുന്നത്. എക്സാക്റ്റ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ശാന്തയാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇതിൽ ശാന്ത കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെ വൈഫിനെയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ജോബൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് മിഡ് നൈറ്റ് ആകുമ്പോഴാണ് ഹസ്ബൻഡ് വരുന്നത്. അപ്പോൾ ഇയാൾ നമ്മുടെ സ്പീക്കർ വരുന്ന സമയത്ത് ശാന്ത എന്ത് ചെയ്യുമായിരുന്നു, ഇദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് എപ്പോഴും നിൽക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന ഉടനെ എന്താണ് പറയുന്നത്, എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഞാനൊരു പെരിഫറൽ ലെവലിലാണ് പറഞ്ഞു പോകുന്നത്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടല്ല പോകുന്നത്. ഓക്കെ, വന്നിട്ട് തന്നെ ഭാര്യയോട് പറയുന്നത് എന്താണ്, എൻ്റെ അടുത്തേക്ക് വരൂ, എന്താണ് അവളുടെ മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്, ഈ നടുക്കുന്നൊക്കെ വവലൊക്കെ എടുത്തിട്ട് കോതിയിട്ടിരിക്കുകയാണ്. ആ മുടിയൊക്കെ ആയിട്ട് എന്താണ് എൻ്റെ അടുത്തേക്ക് വരൂ, അവളുടെ മുടിയിലായിട്ട് എന്താണ് തുളസി ലീവ്സ് ഉണ്ട്, അതൊക്കെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് പറയുന്നത്. അവളുടെ കണ്ണുകളെയൊക്കെ ഒരുപാട് ഉപമിക്കുന്നുണ്ട്. ഓക്കെ, കണ്ണുകൾ എന്താണ് നല്ല ഐബ്രോസൊക്കെ എന്താണ് റെഡിയാക്കി വെക്കാനായിട്ട് പറയുന്നുണ്ട്. നിൻ്റെ സ്മൈൽ എന്താണ് നീ റെഡിയാക്കണം, അതുമാത്രമല്ല നിൻ്റെ മുഖത്ത് എന്താണ് ചിരിയോടുകൂടി എന്താണ് എന്നെ റിസീവ് ചെയ്യാൻ നിന്ന് എൻ്റെ പ്രിയതമേ എന്താണ് നീ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇവൾ സംസാരിക്കുമ്പോൾ ചുറ്റിനുള്ള ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയർ മാറി ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവുമെന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹം ആ ഒരു ജോലിയിൽ നിന്ന് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് വരുന്നത്. ഈ സ്ട്രെസ്ഫുൾനെസ് ഒക്കെ മാറുന്നത് എപ്പോഴാണ്, ഈ വീട്ടിൽ വന്ന് ഈ ഭാര്യയെ ഒന്ന് കാണുമ്പോഴും കുറച്ച് ലവ് മേക്കിംഗ് ഒക്കെ നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് ആ ഒരു സ്ട്രെസ്സ് വരുന്നത്. അവരുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിനൊരു ഗുഡ് ഫീലിംഗ് ആണുള്ളത്. എന്താണ് ഇവരുടെ കണ്ണുകളെ കർപ്പൂരത്തോട് എന്ത് ചെയ്തേക്കാണ്, ഉപമിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു കർപ്പൂരം കത്തിക്കുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് തൻ്റെ ഭാര്യയുടെ കണ്ണുകൾ. അതുമാത്രമല്ല അവളുടെ സംസാരത്തിലും ചിരിയിലും ഒക്കെ ഒരു കസ്തൂരി മണം എന്താണ് വരുന്നുണ്ട്. അവളുടെ ഫോർഹെഡിലായിട്ട് എന്താണ് ഈ ചന്ദനത്തിൻ്റെ ആ ഒരു സംഭവം ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല എന്താണ് അവളുടെ സോഫ്റ്റ് ഫിംഗർ സ്പീക്കറിൻ്റെ ചെസ്റ്റിൽ തൊടാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, അയാളുടെ ഹാർട്ടിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇന്ന് മിഡ് നൈറ്റിലായിട്ടാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റുന്നത് ശാന്തയാണ്. അതായത് ആ ജോബിൽ ഒരുപാട് സ്ട്രെസ്സായിട്ടും അല്ലെങ്കിൽ ഭയങ്കര നടന്നൊക്കെ ഫെറ്റീഗൊക്കെ ആയി ടയേർഡായിട്ടാണ് വരുന്നത്. ആൻഡ് എന്താണ് പിന്നീട് പറയുന്നത്, ഈ ഒരു വ്യക്തി ശാന്ത എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും ആ മാറ്റങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അവർ അടുപ്പ് ഊതുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, കണ്ണിൽ പുക വന്ന് ഇങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടിരിക്കും. അതുമാത്രമല്ല അവളുടെ ഹെയർ അവൾ കോംബ് ചെയ്യാതെ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ആ കോംബ് ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഹെയറിലൊക്കെ ഈ കുഴലിൽ കൂടെ പുക ഊതുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ആഷസൊക്കെ തെറിച്ച് മുടിയിലൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ മുഖം മുഴുവൻ എന്താണ് ഈ കരിക്കലം ഒക്കെ എടുത്തിട്ട് അതിൻ്റെ എന്താണ് ഡാർക്ക് ആയിട്ടുള്ള ഡേർട്ടി സ്മഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, അവൾ ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അവളുടെ ആ ഒരു അവൾ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലവളുടെ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ടൊരു വൂണ്ട് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മേ ബി കിച്ചണിൽ പണിയെടുത്തപ്പോൾ എപ്പോഴെങ്കിലും പറ്റിയതായിരിക്കും. അതുമാത്രമല്ല ആ ബ്ലൗസിൻ്റെ അണ്ടർ ആമിൻ്റെ പോർഷൻസ് കീറിയാണ് ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് ദി സ്വെറ്റ്. ആൻഡ് അതെന്താണ് ആ ഒരു കീറിയിരിക്കുന്ന പോർഷനിലൂടെ സ്പീക്കറിന് കാണാൻ പറ്റുമായിരുന്നു, എന്താണ് അൺഷേവ്ഡ് ആയിട്ടുള്ള അവളുടെ ആംസ് കാണാനായിട്ട് പറ്റുമായിരുന്നു. പിന്നീട് എന്താണ് ഇതൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം പെട്ടെന്ന് വിചാരിക്കുകയാണ് എന്താണ്, എനിക്ക് തൻ്റെ ഭാര്യയായിട്ട് കുറച്ച് പ്രൈവറ്റ് മൊമെൻറ്റ്സ് വേണമെന്ന് ഇദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ദൂരെയുള്ളൊരു മല കാണുന്നുണ്ട്. ആ മലയിൽ നിറയെ എന്താണ് കാന്താരി ചെടികൾ, കാന്താരി ചില്ലി എന്ത് ചെയ്തേക്കാണ്, ഫ്ലവേഴ്സ് പൂത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ഒരു റെഫറൻസ് ഉണ്ട്, മറ്റേ 1000 കാന്താരി പൂത്തിറങ്ങി എന്ന് പറയുന്ന ഒരു റെഫറൻസാണ് ഇവിടെ വരുന്നത്. മേ ബി ഇത് ചിലപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്കൈയും ആ സ്റ്റാഴ്സിനെ ആയിരിക്കാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം സ്കൈയിലേക്ക് നോക്കുന്നു. സ്കൈയിലേക്ക് നോക്കുന്ന സമയത്ത് ക്ലൗഡിനെ കാണുന്നുണ്ട്. ക്ലൗഡ് നമുക്കറിയാം, നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പല ഷേപ്പിന് തോന്നുമല്ലേ. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ക്ലൗഡിനെ ഒരു ഡിയറിൻ്റെ ഷേപ്പിലാണ് തോന്നുന്നത്. ആ ഡിയറിൻ്റെ ആ ഒരു എന്താ മറ്റേ കൊമ്പില്ലേ, ആ കൊമ്പ് എന്താണ് ഒരു ക്രസൻറ്റ് മൂണിനെ പോലെ ഇരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണ് അദ്ദേഹത്തിൻ്റെ വീടിനും ആ ഒരു ക്രസൻറ്റ് മൂണിനെ പോലെ ഇരിക്കുന്ന ആ ഒരു കൊമ്പുകൾ, അതുപോലെ തന്നെ
ആ ഒരു ക്ലൗഡൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ വീടിനെ അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ളതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, തങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യമാണ് പറയുന്നത്. ആ സ്പീക്കർ പെട്ടെന്ന് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഡീവിയേറ്റ് ചെയ്ത് ഒരു എമർജൻസി പീരീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് എമർജൻസി കാലഘട്ടം എന്ന് പറഞ്ഞൊരു എമർജൻസി പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര സ്കേഴ്സിറ്റി ആയിരുന്നു. ആൻഡ് അവിടെ എന്താണ് ആൾക്കാരെല്ലാം വെള്ളം കുടിക്കാനോ കുളിക്കാനോ ഒന്നും ഇല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിന്നൊരു പീരീഡാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വില്ലേജിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വില്ലേജൊക്കെ ഒരുപാടങ്ങ് വരണ്ടു. അവിടെ മാംഗോ ട്രീസൊക്കെ ഒരുപാട് മാങ്ങ തരുന്ന മാംഗോ ട്രീസ് ആയിരുന്നു. അതൊക്കെ അങ്ങ് വീക്കായി ടയേർഡായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ വില്ലേജ് ഒരു ഡെഡ് ഫോർച്യൂണായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു സ്കേഴ്സിറ്റി, ആ ഒരു വെള്ളമില്ലായ്മ, ആ ഒരു എന്താണ് എമർജൻസി പീരീഡൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് അയാൾ വീണ്ടും എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഫിലേക്ക് വരികയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും ഇതൊക്കെ മറക്കാൻ സാധിക്കുന്നത് തൻ്റെ വൈഫിനെ കാണുമ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് അവളെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെസേർട്ടിൽ, മരുഭൂമിയിൽ മഴ പെയ്ത പോലെ, ഡെസേർട്ടിൽ സ്പ്രിങ് വന്ന പോലെയാണ് ഇവളെന്നാണ് പറയുന്നത്. ആൻഡ് ഇവൾ എൻ്റെ കുട്ടികളെ സ്കോൾഡ് ചെയ്യാറുണ്ട്, പക്ഷേ അച്ഛനായ ഞാൻ ഇതുവരെ കുട്ടികളെ സ്കോൾഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ, ഇദ്ദേഹം വരുന്നത് മിഡ് നൈറ്റിലായിട്ടാണ് വരുന്നത്, ഭയങ്കര ബിസി ഓഫ് വർക്കാണ്. ഓക്കെ, പിന്നും അദ്ദേഹം വാട്ടർ സ്കേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ ജീവജാലങ്ങളുടെയൊക്കെ റെഫറൻസ് പറയുന്നുണ്ട്. തവളയൊക്കെ ഇങ്ങനെ സ്കൈയിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം വൈഫിനെ പറ്റി ചിന്തിക്കുന്നു. അയാളുടെ വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് എല്ലാം ഓർക്കുന്നുണ്ട്. അതായത് ഒരു ഒരു മിഡിൽ ഏജ്ഡ് മാൻ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമല്ലോ, അതൊക്കെ ആലോചിക്കുന്നു. ആൻഡ് എപ്പോഴൊക്കെ അദ്ദേഹം പ്രശ്നങ്ങൾ വരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം ആലോചിക്കുന്നത് തൻ്റെ വൈഫിൻ്റെ മുഖമാണ്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവരുടെ ഒരു ലവ് മേക്കിംഗ് മൊമെൻറ്റ്സ് ആണ് ഇദ്ദേഹം ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെയധികം ഹാപ്പി ആവുന്നു എന്ന് പറയുന്ന ഒരു കവിതയാണ് ശാന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയത്തിൽ തീമായിട്ട് നമുക്ക് ലവ് വേണമെങ്കിൽ പറയാം. പിന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ആൾക്കാരുടെ ആ ഒരു വില്ലേജിൻ്റെ ആ ഒരു പെത്തറ്റിക് കണ്ടീഷൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ പെരിഫറൽ ലെവലിലുള്ള മീനിങ്. ഓക്കെ, ഒരുപാട് ഡീപ്പായിട്ടല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്